എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി 23 ഞാൻ ഇന്നലെ ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മളെ ഇന്നലെ ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ വി വാപ്പായ 23,545 മുകളിൽ 580യും 610യും വരുമെന്ന് പറഞ്ഞു. അത് 610ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ എവിടം വരെ പോകുമെന്നും പറഞ്ഞു. നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ 610ക്ക് മുകളിൽ പോയാൽ നമ്മൾ 670 വരെ പോകുമെന്ന് പറഞ്ഞു. ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ ഇറങ്ങി 450യുടെ ഭാഗത്ത് നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു. ശ്രദ്ധിച്ചോ, ഇന്ന് 450യുടെ ഭാഗത്ത് ഇന്നലെ സപ്പോർട്ട് എടുത്ത പോലെ ഇന്നും 450യുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി 545, 580, 600 പോയി പിന്നെ അവസാനം 597 ഭാഗത്താണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലോ, ബാങ്ക് നിഫ്റ്റി ഇന്നലെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് കണ്ട 204ൻ്റെ ഭാഗത്ത് വന്ന് തിരിച്ച് കയറി 337, 440, 633, 720നും അതിന് മുകളിൽ 800 വരെയും പോയി ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പാണ്, നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം നോർമൽ വേരിയേഷൻ അപ്പാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂയിലേക്ക് നമുക്ക് പോകാമല്ലോ. നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നിഫ്റ്റി കൃത്യമായിട്ട് ഈ 23,610 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നാണ് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,610 മുകളിൽ പോയാൽ മാത്രമേ ഇനിയൊരു ട്രെൻഡ് അപ്വേർഡ് ഡയറക്ഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിഫ്റ്റിയുടെ ഇന്നത്തെ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 23,000, ഇവിടുത്തെ POC വന്നിരിക്കുന്നത് 23,550 എന്ന ലെവലിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,610 എന്ന് പറഞ്ഞ് ഇപ്പോഴും റെസിസ്റ്റൻസ് ആണ്. സോ നമുക്ക് നോക്കേണ്ടത് 23,610 മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം 670 മുകളിൽ 730, 730 മുകളിൽ 843 പറഞ്ഞ ആ ലെവലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ 550 താഴെ നിൽക്കുന്നിടത്തോളം കാലം എത്രയാണ് 500, 500 താഴെ 450, 450 താഴെ 400, 450 താഴെ 350 എന്ന് പറഞ്ഞാൽ പഴയ കഥ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്ന സെയിം കഥകൾ തന്നെയാണ് നിഫ്റ്റിക്കുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായി ഓർത്തോളൂ. നിഫ്റ്റി 3 ദിവസവും നമ്മൾ ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് ആശാൻ 610 മുകളിൽ നിന്നാൽ 670, 730, 843 ഭാഗവും, താഴോട്ടാണെങ്കിൽ 550, 500, 450, 351, 311 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിഫ്റ്റി നമുക്ക് നോക്കാമോ? നിഫ്റ്റിയുടെ ലെവൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നിഫ്റ്റി ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. ഫസ്റ്റ് ആകര് തന്നു, അവൻ കൃത്യമായിട്ട് ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഡിലീറ്റ് കളയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഒന്നേന്ന് വരയ്ക്കാൻ പോയതെന്നാണ് 23,550 നമ്മളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഇന്നത്തെ POC. സോ ഞാൻ നിങ്ങൾക്ക് ആ POCയുടെ ഭാഗത്ത് ഞാൻ ഒന്ന് വരയ്ക്കാൻ പോയാണ്. അപ്പോൾ POCയുടെ ഭാഗം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് അറിയാൻ പറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിന് അത് കുറച്ചും കൂടെ ഗുണപ്രദമാകുകയും ചെയ്യും. ഇപ്പോൾ 23,250 POC. അതിൻ്റെ POCയുടെ കളർ ഞാൻ കൊടുത്തു. ഇനി അടുത്ത വരാമണ 23,610 റെസിസ്റ്റൻസ്. 23,610 നമുക്ക് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ കളർ ഞാൻ മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ കളർ എന്താണ്? അതിൻ്റെ കളർ ബ്ലാക്ക്. 610 മുകളിൽ അടുത്തത് 670, 23,670. ഓക്കെ, അതിന് മുകളിൽ 730, 23,730. അതിന് മുകളിൽ അടുത്ത വരുന്ന റെസിസ്റ്റൻസ് ആണ് 23,845, 843, 23,843. ഇതാണ് നമ്മളെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസ്. അതായത് 614 കടക്കുകയാണെങ്കിൽ 670, 730, 843 വരും. ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റി അത് വരും. നിഫ്റ്റി അടുത്ത വരുന്നത് സപ്പോർട്ട് 500, 23,500 സപ്പോർട്ടാണ്. നമുക്കതൊരു സപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കളറ് പച്ച കളർ വരയ്ക്കുകയാണ്. പച്ച. അടുത്ത 23,450, 23,450 ചെറിയൊരു സപ്പോർട്ടാണ്. അതിന് താഴെ 23,400 സപ്പോർട്ട്. അതിന് താഴെ 23,350. ഈ 350 മതി, അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, 23,351, 50 അല്ല 351 POC. അപ്പം
ഇതാണ് നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 23,000 ഇന്നും ക്ലോസ് ചെയ്യിക്കുന്ന 23,697 ഭാഗത്താണ്. അപ്പോൾ 610 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 610 മുകളിൽ 670, 730, 743, 610 താഴെ നിൽക്കുന്ന കാലം 550, 550 താഴെ 500, 500 താഴെ 450, 450 താഴെ 300, 400 താഴെ 351 വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റി ലെവലിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. ഒരു അടിപൊളി വാർത്ത ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. ബാങ്ക് നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ തന്നു. ബാങ്ക് നിഫ്റ്റി ഇന്ന് സി പീരീഡിൽ 51,212 ഭാഗത്ത് 10 എന്ന് പറയുന്നത് 212 ഭാഗത്ത് ഇന്ന് ഫെയിൽഡ് ഓപ്ഷൻ തന്നു. ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ IBH-ന് മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ എക്സ്ട്രീം എപ്പാണ്. ഇന്നത്തെ BOCയെ കാട്ടി ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രൽ എക്സ്ട്രീം ഡേറ്റ് ഏതാണ്? VWAP-ആയ 51,537 സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,730 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് മുകളിൽ IBH-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം FA ടാർഗറ്റായ 52,122 വരും. FAയുടെ ടാർഗറ്റ് എത്രയാണ്? 52,122 ബാങ്ക് നിഫ്റ്റിക്ക്. സോ ബാങ്ക് നിഫ്റ്റി 51,730 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,122 എന്ന് പറഞ്ഞാൽ FA ടാർഗറ്റ് വരെയുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POC അല്ല നോക്കേണ്ടത്, ഈ VWAP-ആയ 51,537 ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,762 ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 51,800 മുകളിൽ 52,122 എന്ന് പറഞ്ഞ FA ടാർഗറ്റും അതിന് മുകളിൽ 52,500 എന്ന് പറഞ്ഞ ടാർഗറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് 51,800 മുകളിൽ നിൽക്കുന്ന കാലം 52,122 എന്ന് പറഞ്ഞ FA ടാർഗറ്റും അതിന് മുകളിൽ 52,232 വരാനുള്ള ചാൻസും 232 മുകളിൽ 52,503 എന്ന് പറഞ്ഞ ടാർഗറ്റ് വരാൻ ചാൻസ് ഉണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ VWAP-ആണ് സപ്പോർട്ട്. POC കഴിഞ്ഞാൽ POC 615 സപ്പോർട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് 537 എന്ന് പറഞ്ഞ VWAP-ആണ്. 537 താഴെ നിൽക്കുന്ന കാലം അടുത്ത വരുന്ന സപ്പോർട്ട് 455-ഉം 455-ന് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 314-ഉം 314 താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ FA പോയിൻ്റായ 212-ഉം 212-ന് താഴെ ഇന്നലത്തെ ട്രെൻഡ് ഡേ POC ആയ 51,035-ഉമായിരിക്കും നമുക്ക് സപ്പോർട്ട് വരുന്നത്. സോ ഈ പറഞ്ഞ ലെവലൊക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വരച്ചു വയ്ക്കാമോ? ബാങ്ക് നിഫ്റ്റി ഇന്ന് കിടല ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായത് കൊണ്ട് സാധാരണ നാളെ ഗ്യാപ്പ് അപ്പ് വന്നാലും ഒരു ചെറിയൊരു VWAP-ലേക്ക് ട്രെൻഡ് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റബിലിറ്റി കിട്ടും. കാരണം FA ടാർഗറ്റ് വന്നു. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 51,537 VWAP. അത് ഞാനൊന്ന് മാർക്ക് ചെയ്യട്ടെ. 51,537 VWAP-ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കളർ ഞാൻ കൊടുക്കുകയാണ് നീല. സോ ഇന്നത്തെ POC നമുക്ക് ചെറിയൊരു ഒരു കാര്യമുണ്ട്. 615 ഇന്നത്തെ POC. 51,615 നമ്മുടെ POC കൂടാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ POC നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ആയിരിക്കും. പക്ഷേ എന്നാലും VWAP-ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് 51,800-ആണ്. 51,800-ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. 51,800-ന് മുകളിൽ അടുത്ത വരുന്നത് എന്താണ്? നമുക്ക് വരുന്നതാണ് 51,800-ന് മുകളിൽ അടുത്ത വരുന്നത് 52,122. അതാണ് നമ്മുടെ 50,122 എന്ന് പറഞ്ഞാൽ FAയുടെ ടാർഗറ്റാണ്. അതിന് മുകളിൽ അടുത്തത് 50,233, 52,233. അതിന് മുകളിൽ 52,503 വരാം, 52,503 വരാം. ഇതാണ് നമുക്ക് മുകളിലോട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ മുകളിലേക്കുള്ള ടാർഗറ്റ്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി താഴോട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഇനി അടുത്ത 410 എന്ന് പറയും. 51,410 എന്ന് പറയുന്ന സപ്പോർട്ട്. അടുത്ത നമുക്ക് നോക്കേണ്ടത് 51,000 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 51,410 അല്ല, 51,454 ആണേ. അപ്പോൾ ഞാനത് മാറ്റി ഒന്ന് വരയ്ക്കാം, അത് കുറച്ചുകൂടി ഈസിയായി. 51,454 ആണ് നമുക്ക് സപ്പോർട്ട്. അതിന് താഴെ 51,310, 310 താഴെ 51,310. അതിന് താഴെ 51,212 എന്ന് പറഞ്ഞ് ഇന്നത്തെ FA പോയിന്റ്. അതാണ് 51,212 എന്ന് പറഞ്ഞാൽ FA പോയിന്റ്. ഈ വലിയ അതിൻ്റെ കളർ ഞാൻ മാറ്റിക്കോട്ടെ. നമുക്ക് പച്ച കളറിലെ സപ്പോർട്ടിന് വരേണ്ട. അപ്പോൾ പച്ച കളർ മാറ്റി വരച്ചേക്കാം നിങ്ങൾക്ക് ഈസി ആയിട്ട്. അപ്പോൾ ഈ പച്ച, ഇത് പച്ചയാണ്. അടുത്ത പച്ച ഞാൻ മാറ്റി വരച്ചു. അത് കഴിഞ്ഞ് അടുത്ത പച്ച വന്നു, ഈ പച്ച ഇതും വന്നു. ഇനി അടുത്ത താഴെ 51,210 താഴെ അടുത്ത വരുന്ന നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,035 എന്ന് പറഞ്ഞാൽ
ഇന്നലത്തെ ട്രെൻഡ് POC ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യിക്കണം 51,762 അപ്പം 800 മുകളിൽ 51,121 FA ടാർഗറ്റ്. ഞാൻ അവിടെ ഒന്ന് എഴുതി വയ്ക്കാം നിങ്ങൾക്ക് വേണ്ടി. എന്താണ് ടെക്സ്റ്റ് വയ്ക്കുകയാണ്? FA ടാർഗറ്റ്. ഇതാണ് FA ടാർഗറ്റ്. അതാണ് നമ്മുടെ FAയുടെ പോയിൻ്റ്. FA പോയിൻറ്റും FA ടാർഗറ്റും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വേണ്ടിയിട്ടാണ്. അപ്പം കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യുക, ഇത് ട്രേഡ് ചെയ്യുക. നല്ല കിടിലൻ ട്രേഡ് നമുക്കിന്ന് കിട്ടി. ഏകദേശം 200 പോയിൻറ്റോളം നമുക്ക് റൂമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ലൈക്കും നൽകി ഞങ്ങൾക്ക് ഒരു ഊർജ്ജവും പെട്രോളും നൽകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ആൻഡ് ഗുഡ് നൈറ്റ്, ശുഭരാത്രി.